ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കൊട്ടിയൂര്, കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരാണല്ലോ കേട്ടോ. അത് കേരളത്തിലെ എങ്ങും തന്നെ കാണാൻ പറ്റാത്തൊരു അപൂർവ സംഭവം ഞങ്ങൾ കാണിക്കാൻ പോവാം. കൊട്ടിയൂരിലെ പ്രധാന വരുന്ന ഭക്തജനങ്ങളെല്ലാം വാങ്ങിപ്പോകുന്ന സാധനമാണ് ഓടപ്പൂ. ഓടപ്പൂ എന്ന് വെച്ചാൽ പറിച്ചെടുക്കുന്ന സാധനമല്ല, ഇതാണ് ഓട. എല്ലാവർക്കും അറിയാം. ഇത് ചില സ്ഥലങ്ങളിൽ ഈറ്റാന്ന് പറയും. ഇത് തൊലി എത്തിയതാണ്. അപ്പോൾ ഇത് നീളം എത്രയുണ്ട്, അത് എളുപ്പത്തിന് വേണ്ടി മുറിച്ച് വെച്ചേക്കുന്നതാണേ. തൊലി എത്തി വെച്ചതാണ്. അപ്പോൾ പൂ ഉണ്ടാക്കുന്ന ഇത് ഒന്ന് കാണിച്ചു തരാം ഞാൻ കേട്ടോ. എല്ലാവരും നോക്കിക്കോ. ഇത് കല്ല് പുഴയെന്ന് കൊണ്ടുവന്ന കല്ല. ഇതും പുഴയിലെ കല്ലാണ്. ഈ ഉത്സവ സമയത്ത് മാത്രമേ ഈ പൂ ഉണ്ടാവുള്ളേ. അതിങ്ങനെ ഇടിക്കാം. ഇത് കൊട്ടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാവില്ല, പൊട്ടിപ്പൂ. ഞങ്ങൾ പലപ്പോഴും പരീക്ഷിച്ചിട്ടുള്ള സാധനം. ഇത് അടിയത്തും പൊട്ടിപ്പോവും. പൊട്ടാനും നല്ല സാവകാശം പിടിക്കണം, എന്നാലേ ആവും. പൊട്ടിക്കഴിഞ്ഞാൽ അത് കൊള്ളില്ല, അത് കളയും. അപ്പോൾ ഉപയോഗിക്കില്ല. അതുകൊണ്ട് വളരെ ഭയങ്കര വില. ഒരു കുഴപ്പം പോയപ്പോഴത്തേക്കും 10, 50, 60 രൂപയ്ക്ക് ആവും. തൽക്കാലം നമുക്ക് ഇത്ര നിർത്താം. ഇതിന് പൂവാക്കുന്ന വിധം കാണിച്ചു തരാം. ഇതാണ് പൂവാക്കുന്ന സാധനം. ഈ സാധനം വെച്ചാൽ കൊടക്കമ്പി രാഗി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതൊരു വില കൊടുത്ത് വാങ്ങാൻ 600, 700 രൂപ ഈ സാധനത്തിനുണ്ടാവും, വില ഉണ്ടാവും. ഇത്രയും സാധനം നടത്തുന്നത് 10 പല്ലിന് 1000 രൂപ. 2, 4, 6, 12 പല്ലുണ്ട്. 12, 20, 2000 രൂപയ്ക്ക് എടുത്താവും എല്ലാം കൂടെ. അപ്പോൾ ഇത് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. കയ്യെല്ലാം സ്വച്ചിൽ കയ്യെല്ലാം ബാക്കിയുണ്ടാവില്ല, എല്ലാം തുള വീഴും. ഇതാണ് ഓടപ്പൂ. ഇപ്പോൾ സെയിം പൂവായി. ഇനി ഒരു ചെറിയ പണി എടുത്താലും അവിടെ പൂവായി. ഇനി പൂവ് അങ്ങനെ ആക്കുക വെച്ചാൽ ഇതാ, ഇത് സാധനം ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് മറിക്കാം. മറിച്ച് ഇത്ര ആയി. ഇനി നമ്മൾ 2 സൈഡിൽ നിന്ന് നാരെടുക്കാം. നാരെടുത്തു. നേരെ ഓപ്പോസിറ്റ് ഇവിടെ നാരെടുത്തു. ഇതിനുശേഷം ഇതാണ് കൊട്ടിയൂരിൻ്റെ മാത്രം അപൂർവ സാധനം, ഓടപ്പൂ. ഇത് ലോകത്തിലെ ഏത് അമേരിക്കയിൽ പോയാലും ഈ സാധനം കിട്ടില്ല. ഇതാണ് ഓടപ്പൂ. ഇതാണ് കൊട്ടിയൂർ ദശയാഗ സമയത്ത് ദശന്റെ താടി എന്നും ഐതിഹ്യമുണ്ട്.
ഭൃഗുമുനിയുടെ താടി എന്ന ഐതിഹ്യമുണ്ട്. എന്തായാലും ശിവലിംഗമാണെന്നും ഇതിന്റെ ഒരു സങ്കല്പമാണെന്ന് പറഞ്ഞത്. അത് ശിവലിംഗത്തിന്റെ മോഡലാണ് ഈ പൂവിന്റെ ഇത് വരുന്നത്, അങ്ങനെയും പറയപ്പെടുന്നത്. എന്താണെങ്കിലും സംഭവം അടാർ സംഭവമാണ്. ഓക്കെ.